അതായത് ഒരു പാവ അമ്മേനെ കുറിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടേ ഉള്ളൂ. ആ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ എയറിലാക്കിയെന്ന് മാത്രമല്ല, പിന്നെ അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ അങ്ങനെ പെരുമാറ്റമായിരുന്നു. ഇന്നലെ 3 ആൾക്കാരെ എങ്ങനെ വെച്ചിട്ട് ദിയാകൃഷ്ണ ഇങ്ങനെ ഡിലീറ്റ് ചെയ്തെന്നാണ് പറയുന്നത്. 3 ആൾക്കാരെ പണിക്ക് വെക്കേണ്ടി വന്നായിരുന്നു. അതായത് ഈ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലേ, എടീ ആ ഒരു വഴിപോക്കൻ്റെ പിന്നെ മോനല്ലടി നിൻ്റെ ഭർത്താവ്, ആ വഴിപോക്കെ ആ സ്ത്രീയുടെ പിന്നെ കൊച്ചുമോനെ അല്ലടി നിൻ്റെ മോൻ എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാർ എടുത്തിട്ടങ്ങ് അലക്കിൽ തുടങ്ങി. അതായത് വേറെയൊന്നുമല്ല സംഭവം, ഈ കൃഷ്ണകുമാർ മക്കളെ വിദ്യാഭ്യാസം കൊടുത്ത് അതുപോലെ പൈസ ഉണ്ടാക്കാനും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അയാൾ പറയുന്ന പോലെ നഗ്നത മറക്കാനും പറഞ്ഞിട്ടുണ്ട്. നഗ്നത മാത്രമേ മറക്കാതെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വേറെ ഒന്നും പഠിപ്പിച്ചില്ല. ഈ പിള്ളേർ ശരിക്കും പറഞ്ഞ വട്ടപൂജയാന്തേ. ഈ പിള്ളേർ വട്ടപൂജയാണ്. സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്നറിയില്ല, അതുപോലെ തന്നെ എന്ത് തീരുമാനമെടുക്കണം എന്നറിയില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒളിച്ചും പാത്തും പൈസ ഉണ്ടാക്കൽ. പിന്നെയെന്ന് പറഞ്ഞാൽ ഒന്ന് കണ്ടില്ലേ, വേർത്ത ശരീരം എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഇതൊക്കെ കളിക്കുന്നിട്ടില്ലേ, വേർത്ത ശരീരമാവില്ല പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ചില ആൾക്കാർ പറയുന്നത് എന്താ അറിയുക, ഇതൊക്കെ കാണാൻ എന്തിനാണ് ആൾക്കാർ പോകുന്നതെന്ന്. അപ്പോൾ ഏതായാലും നമുക്ക് ആ ഒരു വിഷയം പിന്നെടുക്കാം. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിയാകൃഷ്ണ എന്ന് പറയുന്ന കൃഷ്ണകുമാറിൻ്റെ 2ാമത്തെ മകള്, അഹങ്കാരിയായ മകള്, പൈസ ഇഷ്ടം പോലെ ഉണ്ടാക്കാനറിയാം, അതുപോലെ തന്നെ എടാ പോടാന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു ഭർത്താവ്. ആ ഭർത്താവിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരുത്തുന്നുണ്ട്. ഇതൊക്കെ കേട്ടുകൊണ്ട് അവനിങ്ങനെ ചിരിച്ചുകൊണ്ട് മന്ദഗതിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ അവൻ ഇന്നലെ പൊട്ടിത്തെറിച്ചു എന്നാണ് അറിയുന്നതാണ്. അതായത് അവൻ്റെ അമ്മയെ പറഞ്ഞപ്പോഴാണ് അവന് കൃത്യമായിട്ട് മനസ്സിലായത്. ഒരു കാര്യം ഞാൻ ഈ അശ്വിൻ എന്ന് പറയുന്നവനോട് പറയുകയാണ്, എന്തിനാണെന്നോ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്? സ്വന്തം അമ്മയെ പറയുമ്പോഴെങ്കിലും അത് പ്രതികരിക്കുക, അത് തിരുത്തുക. അല്ലാതെ എന്ന് പറഞ്ഞ് എല്ലാ കാര്യത്തിനും ഇതല്ല വേണ്ടത്, അത് മനസ്സിലാക്കാതെയോ. അപ്പോൾ ഏതായാലും കൃഷ്ണകുമാറിൻ്റെ മകൾക്ക് ഇന്നലെ കിട്ടിയത് നാട്ടുകാരെടുക്കുന്ന നല്ല രീതിയിലുള്ള പ്രകരം തന്നെയാണ്. എന്നിട്ടും അഹങ്കാരത്തിനൊരു കുറവുമില്ല. ഞാൻ ഇങ്ങനെ വിളിക്കത്തുള്ളൂ, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. പിന്നെ എന്നെയും കൂട്ടിയിട്ട് എൻ്റെ മമ്മി പോകുന്നത് പിന്നെ എവിടെയാണെന്ന് എന്നാന്ന് ലീല പാലസിലേക്കാണ്. അവിടെയാണ് ഞങ്ങൾ ഹേരം കഴിക്കുന്നത്, അവിടെയാണ് ഞങ്ങൾ ഇത് കഴിക്കുന്നത്. എന്തൊരു അഹങ്കാരം അറിയാം. ഇത്രയും അഹങ്കാരം പിടിച്ചൊരു ഫാമിലീനെ കണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. അതായത് ഇവർ എന്തിൻ്റെ പുറത്താണ് അഹങ്കരിക്കുന്നതെന്ന് അറിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ മുന്നിലെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ മനുഷ്യരേ അല്ല. അതാണ് ഞാൻ വിചാരിച്ചത്. എന്താ പറയുക, ഇവരുടെ ഇടയിൽ മാത്രമേ ഉള്ളൂ. നോക്കുമ്പോൾ ഇവർ ആ ഒരു പയ്യൻ്റെ അച്ഛനെയും അമ്മേനെയും വരെ ഒരു മൈൻഡും ഇല്ല, ഒന്നിലും കണക്ക് കൂട്ടിയില്ല. പക്ഷേ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അയ്യോ അമ്മ അങ്കിൾ അമ്മ അങ്കിൾ എന്തൊരു സ്നേഹമായിരുന്നു. അവിടെ പോയിട്ട് നല്ല വെട്ടി വിഴുങ്ങലും. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇതൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല എന്ന്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഓ നിനക്കെന്താ, നീയല്ലേ പറഞ്ഞത്, നീ എന്താ പഴിഞ്ച ഇതുമല്ല. കാരണം എന്താ വെച്ചാൽ അതിനൊക്കെ ഒരു ഇതുമാണ് ഇപ്പം കിട്ടിയില്ലേ. ഇപ്പം അമ്മയ്ക്കും അച്ഛനും കിട്ടിയില്ലേ, തള്ളി പറഞ്ഞില്ലേ. അതായത് ഒരു വിലയും ഇല്ലാതാക്കിയില്ലേ, ഒരു വില പോലും കൊടുക്കാണ്ടാക്കിയില്ലേ. ഭർത്താവിൻ്റെ അച്ഛനും അമ്മക്ക് കിട്ടേണ്ടത് നല്ല രീതിയിൽ കിട്ടി. അതെന്തുകൊണ്ടാണ് അറിയാം, ഇതിനെയൊക്കെ ആദ്യം സൽക്കരിക്കുമ്പോൾ തന്നെ മോളെ ഇപ്പോഴും നീ വരണ്ട, നമ്മളൊന്ന് നോക്കട്ടെ. പണം അല്ലടോ ജീവിതത്തിൽ ഒരു വലിയ ഇത് പണമൊന്നുമല്ല. ഈ കുട്ടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച് കൊടുത്തിരിക്കുകയെന്നുള്ള കാര്യം എന്താ പറയുന്നതിന്. അതായത് എത്ര നിസ്സാരമായിട്ടാണ് ഒരാളെ വഴിയിൽ കാണുന്ന ആരെയും ഞാൻ അമ്മ എന്ന് വിളിക്കത്തില്ല, അല്ലെങ്കിൽ എനിക്ക് അമ്മ എന്ന് പറയുന്നത് സിന്ധു മാത്രമാണ്, ഞാൻ ഒരാളെയും വിളിക്കത്തില്ല. എൻ്റെ മകളെയും എന്ന മകനെ കൊണ്ട് ഞാൻ അങ്ങനെ പറയും. എന്തൊരു അഹങ്കാരത്തിൻ്റെ ഇതാണ്. അതാണ് ഞാൻ പറയുന്നത്. കൃഷ്ണകുമാർ വിദ്യാഭ്യാസം കൊടുത്തു, സകലതും കൊടുത്തു. പക്ഷേ പെൺകുട്ടികളോട് എങ്ങനെ പെരുമാറണം, അതായത് മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, അത് മാത്രം ഇങ്ങേർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഇനി ഇങ്ങേർക്കൊന്നും ചെയ്യാനും പറ്റില്ല. കാരണം ഇങ്ങേരുടെ കയ്യിൽ നിന്നൊക്കെ വിട്ടുപോയി. അതായത് ഇങ്ങേർക്ക് ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ വലിയ റോളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മക്കളെല്ലാം ഇങ്ങേര് പറയുന്നതിനോ അല്ലെങ്കിൽ ഇങ്ങേര് പറയുന്ന കുറച്ചെന്തെങ്കിലും ഒരു കാര്യം കേൾക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും 2 ദിവസമായിട്ട് കൃഷ്ണകുമാറും ഫാമിലിയും തന്നെയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം എന്നുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഓരോരോ വീഡിയോ ചെയ്തിട്ട് നക്കാപ്പിച്ച ഡോളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവരെന്ത് പോക്കൃത്തരവും ചെയ്യുന്നതാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എത്രത്തോളം താഴാൻ പറ്റും അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് താഴും, എത്രത്തോളം ഇരാൻ പറ്റും അവിടെയൊക്കെ പോയിട്ട് വരും. കാരണം എന്താ പറയുക, ഡോളർ മാത്രമാണ്. ഞാൻ താഴുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ താഴലല്ല കേട്ടോ, നിങ്ങൾ പലപ്പോഴും കുഞ്ഞിനെ കളിപ്പിക്കുന്ന താഴലാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. എനിക്കിങ്ങനെയേ നിങ്ങളോട് പറഞ്ഞു തരാൻ നിർവാഹമുള്ളൂ. ഇനി നിങ്ങളൊക്കെ ഊഹിക്കേണ്ടതാണ്, ഇതിൻ്റെ ബാക്കി എന്താണെന്ന് പൂരിപ്പിക്കേണ്ടതാണ്. അല്ലാതെ എനിക്ക് ഇതിൻ്റെ അകത്ത് കയറിയിട്ട് പിന്നെ അങ്ങോട്ടൊന്നും ഇതാകാനൊന്നും കഴിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പയ്യൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മാനസികാവസ്ഥ അവരിന്നലെ പൊട്ടിത്തെറിച്ചു എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്, പറഞ്ഞിട്ടുണ്ടാവും, പറയാണ്ടൊന്നും നിൽക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ഇനി എന്തൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല. കാരണം അച്ഛനും അമ്മയും ഫാമിലിയും എല്ലാവരും നാണം കെട്ട ഒരവസ്ഥയെ തന്നെയാണ്. അതായത് ഈ മരുമോൾ എന്ന് പറയുന്ന ഇതിൻ്റെ ഒരു ഒന്നൊന്നേ എന്ന
സബ്സ്ക്രൈബർ 1 മില്യൺ സബ്സ്ക്രൈബറുള്ള ഒരു ചാനലിലൂടെയാണ് ഇത്രയും പബ്ലിക്കായിട്ടാണ് വിളിച്ച് പറഞ്ഞത്. എന്നാൽ പിന്നെ മിണ്ടാതിരുന്നൂടെ? അമ്മയായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക? അത് മിണ്ടാതെ എവിടെയെങ്കിലും പോയി ഇരുന്നാൽ പോരെ, അല്ലാതെ അത് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെയൊക്കെ തീർന്നോ? എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിൽ നല്ല രീതിയിലുള്ള പ്രശ്നമുണ്ട്. അതിൽ ആ സ്ത്രീ ഒരു പാഠം പഠിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഇവർ കണ്ടെത്തിയൊരു മാർഗ്ഗമാണിത്. അതുകൊണ്ട് അത് കഴിഞ്ഞപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണകുമാർ മിണ്ടിയിട്ടില്ല, അതുപോലെ തന്നെ സിന്ധു കൃഷ്ണ മിണ്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ്? മക്കളെ തിരുത്താൻ കഴിയില്ലേ? മോളെ അങ്ങനെ പറയരുത്, അത് മോശമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അവർ പറയത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ളൊരു കളി തന്നെയാണ്. അമ്മായിയമ്മയും മകളും തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്, ആ ഒരു പ്രശ്നത്തിന് കൊടുത്തതാണ്. പിന്നെ ബേക്കിൽ ഇരിക്കുന്നവനുണ്ടല്ലോ, അവന് പിന്നെ ചെവി കേൾക്കത്തില്ല ഒന്ന് എന്ത് പറയുമ്പോഴും. സ്വന്തം അമ്മയെ പറയുമ്പോഴെങ്കിലും എടി നിർത്ത് നിൻ്റേതെന്ന് പറഞ്ഞാൽ പോരെ. അത് പറയത്തില്ല, പറയാൻ പേടിയായിരിക്കാം. ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പോടാ ഇറങ്ങിയിട്ട് എന്ന് പറഞ്ഞാൽ അങ്ങ് കേൾക്കേണ്ടി വരും. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു പിന്നെ ഭർത്താവാണ് അല്ലെങ്കിൽ അതൊരു മനുഷ്യനാണ് എന്നുള്ളൊരു പരിഗണന പോലും ഈ സ്ത്രീ കൊടുക്കുന്നില്ല. ഈ സ്ത്രീക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പുച്ഛാണ്, എല്ലാവരോടും പുച്ഛാണ്. അപ്പം ഞാൻ ഇത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് പകുതി ആൾക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു രോഗമാണ് ശരിക്കും പറഞ്ഞാൽ. അത് ആ രോഗമുള്ളത് കൃഷ്ണകുമാറിൻ്റെ ഫാമിലിക്ക് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ഇവർക്കൊക്കെ ഇതൊരു രോഗമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും മോശമല്ല, അച്ഛനും പലതരത്തിലെന്ന് പറഞ്ഞാൽ കുഴി കുഴിച്ചിട്ട് ഊണ് കൊടുക്കുന്നതും അതുപോലെ തന്നെ ഒരുപാട് മോഹങ്ങളിലുള്ള ഒരച്ഛനാണ്. അപ്പോൾ പിന്നെ മക്കളെ പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, അച്ഛനെ പിന്നെ പറയുന്നതല്ലേ, പറഞ്ഞു കൊടുത്തല്ലേ ഇവർ ഇങ്ങനെ ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരുടെയൊക്കെ സാധനം വാങ്ങിക്കുമ്പോൾ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ എന്താ പറയേണ്ടത് സബ് ചെയ്ത് മോളെ എന്ന് വിളിച്ച് അലറുമ്പോൾ നിങ്ങളെല്ലാവരും ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഇവർക്കൊന്നും നിങ്ങളെ ഒരു പുല്ല് വില പോലും ഇല്ല. അതാണ് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെതിരെ പ്രതികരിച്ച് കഴിഞ്ഞാൽ എന്തോ അങ്ങ് എന്താ പറയേണ്ടത് ഇതാക്കി കളയുന്നോ ഇതൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് കുറേ ആൾക്കാർ കമൻറ്റ്. അതായത് എന്തോ പൂട്ടിക്കുന്നോ ഇതൊക്കെ പറഞ്ഞിട്ടാണ്. കാരണം ഇവരെ പറ്റിയിട്ട് ഇവർക്ക് എന്ത് കാണിച്ചു കഴിഞ്ഞാലും വേറെ ആൾ പറയാൻ പാടില്ല, പ്രതികരിക്കാൻ പാടില്ല. പ്രതികരിച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇമേജ് പോകില്ലേ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം തന്നെ പറഞ്ഞ പോലെ 10,000 സബ് ഇന്നലെ ഒരു ദിവസം കൊണ്ട് ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ അതൊരു പ്രതിഷേധം തന്നെയാണ്. ആ ഒരു ദിവസം ഇറങ്ങിപ്പോയത് അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത്രമാത്രം ജനങ്ങൾ വെറുത്ത് കഴിഞ്ഞ ഒരു ഫാമിലി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഫാമിലി. ഇപ്പോൾ ദിയ കൃഷ്ണ എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ ആ വ്ളോഗും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പുച്ഛമാണ്. കാരണം ഇവരിനി നന്നാകാനോ അല്ലെങ്കിൽ ഇതൊന്നും പോകുന്നില്ല. ഈ പുച്ഛഭാവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് തുടർന്നുകൊണ്ടേയിരിക്കും. അത് നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈ അശ്വിൻ്റെ മാതാപിതാക്കളോടാണ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അതായത് നിങ്ങളുടെ മകനെ ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ച് അവനോട് ചോദിക്കണം, മോനെ നിനക്ക് സുഖമാണോടാ എന്ന് ചോദിക്കണം ചില സമയത്തൊക്കെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ ഒന്ന് പൊട്ടിക്കരയാൻ ആഗ്രഹിക്കുന്നുണ്ടാകും, ഇല്ലെങ്കിൽ ഒന്ന് എന്താ പറയേണ്ടത് ഒരുപാട് ദുഃഖങ്ങൾ അവൻ്റെ കയ്യിലുണ്ടാകും. അതൊന്ന് നിങ്ങൾ വാങ്ങിക്കണം. കാരണം അത് വാങ്ങിച്ചേ മതിയാവുള്ളൂ. ആ പയ്യൻ ഒരു ചിരിക്കുന്നത് ഒരു കൃത്രിമ ചിരിയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇന്നലെ തൻ്റെ അമ്മയെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും പ്രതികരിക്കും. കാരണം പൈസയും പണവും ഒന്നും അല്ലടോ അവിടെ വലുത്. അവിടെ നിന്ന് തന്നെ പോന്ന് പറഞ്ഞിട്ട് ഓടിക്കുവാടുന്നത്. സ്വന്തം അമ്മയെ പറയുമ്പോൾ അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കണമെങ്കിൽ ആ ചെറുക്കൻ്റെ മനസ്സിൽ എന്തോ ഒരു വലിയൊരു കട്ടി ഉണ്ടായിരുന്നു. അത് നിങ്ങൾ ആരെങ്കിലും സ്വകാര്യമായിട്ട് കൊണ്ടുപോയിട്ട് ചോദിക്കണം. കാരണം എന്താ വെച്ചാൽ ഒന്ന് തലോടണം, അപ്പോഴും ചിലപ്പോഴെന്ന് പറഞ്ഞ് ധാരയായി ഒഴുകുന്ന കണ്ണീര് കാണാം. ആ പയ്യൻ്റെ മനസ്സ് അത്രയെങ്കിലും ഒന്ന് കുറഞ്ഞു കിട്ടുമെന്ന് എനിക്ക് പറയാനുള്ളൂ. അതായത് അഹങ്കാരികളോട് പറഞ്ഞിട്ട് കാര്യമില്ല. നന്ദി, നമസ്കാരം. പിന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇന്നലെ എല്ലാവരും ഹൈപ്പ് ചെയ്തിന്. ബൈ ബൈ.